എന്നൊരുപാട് പേർ ചോദിക്കുന്നു, ഇത്രയും എക്സ്പെൻസീവായ മിലിറ്ററി ഗാഡ്ജറ്റ് നിങ്ങൾ വാങ്ങണോ? ഐ അപ്രീഷിയേറ്റ് വൺസ് അഗെയിൻ യൂണിയൻ ഗവൺമെന്റ്. ഈ സർക്കാരിനെ ഒരിക്കൽ കൂടി എനിക്ക് അഭിനന്ദിക്കേണ്ടതുണ്ട്. കാരണം ഈ പ്രതിരോധ മന്ത്രാലയത്തിന്റെ പടക്കോപ്പുകളിൽ ഏറ്റവും മാരകമായ പടക്കോപ്പുകളാണ് ഇന്ന് പാകിസ്ഥാന് നേരെ പ്രയോഗിച്ചത്. എനിക്ക് അഭിമാനമുണ്ട് ഒരർത്ഥത്തിൽ ഇവിടെ നിൽക്കുന്നത്. കാരണം നമ്മൾ അയൺ ഡോമിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. അയൺ ഡോം എന്ന് പറയുന്നത് ഇസ്രായേലിൽ പലസ്തീന്റെ ആക്രമണത്തെ, ഹമാസിന്റെ ആക്രമണങ്ങളെ നേരിടാൻ ഇസ്രായേലിലെ പൗരന്മാരെ സംരക്ഷിച്ചു നിർത്താൻ വേണ്ടി ഇസ്രായേൽ സ്വരുക്കൂട്ടിയ ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനമാണ്, ഏരിയൽ ഡിഫൻസ് സിസ്റ്റമാണ് അയൺ ഡോം. അയൺ ഡോം പോലെ ഒരു സംവിധാനം ഇന്ത്യക്ക് ഒരിക്കലും വാങ്ങാൻ കഴിയില്ല. കാരണം ഇന്ത്യയുടെ ടെറിട്ടറി ഇസ്രായേലിനെ അപേക്ഷിച്ച് എത്രത്തോളം വലുതാണ്. പക്ഷേ ഇന്ന് നമ്മൾ തെളിയിച്ചൊരു കാര്യമുണ്ട്. നോക്കൂ, നമ്മൾ ഇന്നിവിടെ സംസാരിച്ചു നിൽക്കുന്നത് ഒരൊറ്റ കാര്യം കൊണ്ടാണ്. താങ്ക്സ് ടു S-400 മിസൈൽസ്. നോക്കൂ, S-400 മിസൈൽസിനെ നമ്മൾ പറയുന്ന പേര് സുദർശൻ ചക്ര എന്നാണ്. ഇസ്രായേലിനൊരു അയൺ ഡോം ഉണ്ടെങ്കിൽ ഇന്ത്യക്കൊരു സുദർശൻ ചക്രയുണ്ട്. ഈ സുദർശൻ ചക്ര ഈസ് ടു എക്സ്പെൻസീവ് ഉണ്ണി ബാലകൃഷ്ണൻ. ഒരു സിസ്റ്റത്തിന് 7000 കോടിയാണ്. 5 സിസ്റ്റമാണ് നമ്മൾ വാങ്ങാൻ തീരുമാനിച്ചത്. എന്നൊരുപാട് പേർ ചോദിക്കുന്നു, ഇത്രയും എക്സ്പെൻസീവായ മിലിറ്ററി ഗാഡ്ജറ്റ് നിങ്ങൾ വാങ്ങണോ? നമ്മുടെ മിലിറ്ററി എക്സ്പെൻഡിച്ചർ കൂടുതലല്ലേ ബഡ്ജറ്റിൽ? അന്ന് പ്രതിരോധ വകുപ്പ് മന്ത്രി പറഞ്ഞത് നമ്മളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള ബഡ്ജറ്റിംഗ് ആണ് മിലിറ്ററിയിൽ ഉൾപ്പെടുത്തുന്നത്.